ഹായ്, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിവിടെ നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു കുക്കറിൽ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ചധികം വെള്ളം ചേർത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കാം. വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല, നമുക്ക് വറ്റിച്ചെടുക്കാം. 3-4 വിസിൽ കേൾക്കുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതൊരു ചെറിയ പാത്രമായതുകൊണ്ടാണ് ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുന്നത് വരെ, സെറ്റായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉരുക്കി അരിച്ച് നമുക്ക് ഈ പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ശർക്കര പാനിയിൽ കിടന്ന് അത് കുറച്ച് സമയം ഒന്ന് സെറ്റായി വരണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുറുകി റെഡിയായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ ഈ ശർക്കരപ്പാനി ഇതിൽ ഫുള്ള് പിടിച്ച് നല്ല സെറ്റായി വരണം. ഇതിലേക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ശർക്കരേൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി, നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് ഏലക്കേൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ എടുക്കാൻ മടിയുള്ളവർക്ക് നമുക്ക് പശുവും പാൽ വേണേലും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നല്ലപോലെ ഒന്ന് തിക്കായിട്ട് വരണം. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് 1ാം പാലും കൂടെയും ചേർത്ത് കൊടുക്കാം. ഇതും കൂടെയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട്, ഇനി ഇത് തിളക്കേണ്ട ആവശ്യമില്ല, ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്ന് അത്യാവശ്യം ഒരു തിക്നെസ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. അവസാനമായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മറക്കരുത്. ഉപ്പ് ചേർക്കുമ്പോഴാണ് ഈ പായസത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. ഇനി ഇതിലേക്ക് നെയ്യിൽ കാഷ്യൂ, കിസ്മിസ്, തേങ്ങാക്കൊത്ത് ഇതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. നല്ല ടേസ്റ്റാണ് ഈ പായസം. ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാറുമുണ്ട്. അപ്പോൾ ഈ ഒരു പായസം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ ആൻഡ് ടേക്ക് കെയർ.